ശശി തരൂരിന് മുഖ്യമന്ത്രി മോഹം ഉണ്ടെന്ന സൂചനകൾ മുമ്പേ പുറത്തു വന്നതാണ്. പെട്ടെന്നിരുന്നാൾ പാണക്കാട്ടേക്കും ചങ്ങനാശ്ശേരിയിലേക്കും അരമനകളിലേക്കുമെല്ലാം നടത്തിയ യാത്രകളും ഇതിന് മുന്നോടിയായിരുന്നു. എന്നാൽ തരൂരും കോൺഗ്രസ് ഹൈക്കമാൻഡുമായുള്ള ബന്ധം വഷളായതോടെ അന്ന് പിന്തുണച്ച പലരും പതിയെ പിന്മാറി. കഴിഞ്ഞ കുറച്ചു കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പിന്തുണയ്ക്കുന്ന നിലപാട് തരൂർ പലകുറി ആവർത്തിച്ചു. വേണമെങ്കിൽ നടപടിയെടുത്തോളൂ എന്ന വെല്ലുവിളിയുടെ മട്ടിലായിരുന്നു തരൂരിൻ്റെ പല പ്രസ്താവനകളും. ഇതിനിടയിലാണ് തരൂർ ഒരു സർവേ വാർത്ത സ്വയം ഷെയർ ചെയ്തത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയതെന്ന് അവകാശപ്പെടുന്നതാണ് സർവേ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് തരൂരിനെയാണെന്നും ഈ സർവേ അവകാശപ്പെടുന്നു. കേരളത്തിൽ ഭരണമാറ്റം പ്രവചിക്കുന്ന സർവേ വിശദമായി പഠിച്ചാൽ അതിൽ BJP താൽപ്പര്യം വ്യക്തമാണ് താനും. ചില ഇംഗ്ലീഷ് പത്രങ്ങളുടെ വെബ്സൈറ്റുകൾ സർവേ വാർത്തയാക്കിയെങ്കിലും അധികമാരും അത് ഏറ്റുപിടിച്ചില്ല. UN മുൻ വക്താവും മാധ്യമപ്രവർത്തകനും തരൂരിൻ്റെ സുഹൃത്തുമായ ED മാത്യു ഇതു സംബന്ധിച്ച എക്സിൽ പോസ്റ്റിട്ടു. VD സതീശൻ മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെ മെൻഷൻ ചെയ്യുന്നതായിരുന്നു ഈ പോസ്റ്റ്. തരൂരിനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മലയാളികൾ ആഗ്രഹിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന സർവേ സംബന്ധിച്ച ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് തരൂർ തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താനാണ് യോഗ്യനെന്ന് പറയുന്ന സർവേ സ്വയം ഷെയർ ചെയ്യുക വഴി തൻ്റെ മുഖ്യമന്ത്രി പദ മോഹം കൂടിയാണോ തരൂർ പരസ്യപ്പെടുത്തുന്നത്?